സ്വാഗതം. ടോപ്പ് ന്യൂസിലേക്ക് വാർത്തകൾ നോക്കാം ഒറ്റനോട്ടത്തിൽ. രാജ്ഭവനിലെ കാവ്യവൽക്കരണത്തിൽ പ്രതിഷേധം ശക്തമാകുന്നതിനിടെ RSS ഭാരതാംബ ചിത്രത്തിൽ ആശയക്കുഴപ്പത്തിൽ BJP. സമൂഹമാധ്യമത്തിൽ ദേശീയ പതാക ആലേഖനം ചെയ്ത ചിത്രവും സെക്രട്ടേറിയറ്റിന് പിന്നിലെ പ്രതിഷേധത്തിൽ കാവിക്കൊടിയേന്തിയ ചിത്രവുമായി പ്രവർത്തകർ. RSS ഭാരതാംബ വിഷയത്തിൽ പാലക്കാട് BJPയിലും ആശയക്കുഴപ്പം. പാലക്കാട് BJP പ്രതിഷേധ പോസ്റ്ററിൽ ഒരു ചിത്രവും ഔദ്യോഗിക ഫേസ്ബുക്ക് പോസ്റ്ററിൽ പങ്കുവച്ചത് മറ്റൊരു ചിത്രവും. കോഴിക്കോട് കരിങ്കൊടി വീശി യുവമോർച്ച. പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റം. പോലീസിനെ വെല്ലുവിളിച്ച് പ്രവർത്തകർ. വിവാദ പരാമർശവുമായി മുതിർന്ന BJP നേതാവ്. ഇന്ത്യൻ ദേശീയ പതാകയ്ക്ക് പകരം കാവിക്കൊടിയാകണമെന്ന BJP മുതിർന്ന നേതാവ് N. ശിവരാജൻ. അടൽ ബിഹാരി വാജ്പേയിയുടെ രണ്ടാം ഭരണത്തിന്റെ അവസാന കാലഘട്ടത്തിൽ ഇന്ത്യൻ പാർലമെന്റിൽ ഒരു ബില്ല് വന്നിരുന്നു. ഇന്ത്യയുടെ ദേശീയ പതാകയ്ക്ക് സമാനമായ ഒരു കൊടി ഒരു രാഷ്ട്രീയ പാർട്ടികളോ ആരും ഉപയോഗിക്കാൻ പാടില്ല. ഒരു രാഷ്ട്രീയ പാർട്ടികളും പ്രാദേശിക പാർട്ടികളും ദേശീയ പാർട്ടികളും ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഒരു ബില്ല് വന്നിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ ആ മന്ത്രിസഭ വാജ്പേയി മന്ത്രിസഭ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു വീണു. ആ ഒരു ബില്ല് പാർലമെന്റിൽ വന്നില്ല. അതുപോലെ ഇന്ത്യൻ ദേശീയ പതാകയ്ക്ക് സമാനമായ കൊടി രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസോ NCPയോ ആരും തന്നെ ഉപയോഗിക്കാൻ പാടില്ല. RSS ഭാരതാംബ വിവാദത്തിൽ തുടർ നടപടി സ്വീകരിക്കാൻ നിയമോപദേശം തേടി സംസ്ഥാന സർക്കാർ. RSS ഭാരതാംബ ചിത്രം വച്ചുള്ള പരിപാടിയിൽ പങ്കെടുക്കില്ലെന്ന് സർക്കാർ നേരത്തെ രാജ്ഭവനെ അറിയിച്ചിരുന്നു. എന്നാൽ ഇത് ഗവർണർ അംഗീകരിക്കാത്ത സാഹചര്യത്തിലാണ് നിയമോപദേശം തേടാൻ സർക്കാർ തീരുമാനം. വിചിത്രവാദവുമായി കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. RSS ഭാരതാംബയെക്കുറിച്ച് പാഠ്യപുസ്തകത്തിൽ ഉൾപ്പെടുത്തുന്നത് സ്വാഗതാർഹമെന്ന കേന്ദ്ര സഹമന്ത്രി. ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് സ്വാഗതാർഹമാണ്. നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളതല്ലേ, സിവിക്സ് എന്ന് പറഞ്ഞ് നമ്മളെല്ലാം പഠിച്ചിട്ടുള്ളതാണ്, നേരത്തെ തൊട്ടുള്ളതാണ്. അത് നേരത്തെ എടുത്തു കളഞ്ഞിട്ടുണ്ടെങ്കിൽ, ഭരണഘടനയുടെ ഭാഗം പഠിപ്പിക്കുന്നത് എടുത്തു കളഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉൾപ്പെടുത്തേണ്ടതാണ്. ഭാരതാംബയെ പറ്റി പാഠ്യ വിഷയത്തിൽ ഏർപ്പെടുത്തുന്നത് വളരെ സ്വാഗതാർഹമാണ്. രാജ്ഭവൻ ഇഷ്ടപ്പെട്ട ചിത്രങ്ങളും ചിഹ്നങ്ങളും പൂജിക്കേണ്ട ഇടപെടില്ലെന്ന് മന്ത്രി V. ശിവൻകുട്ടി. കാവിക്കൊടിയും കൊടുത്ത് കൊണ്ടുവച്ച് ഗവൺമെൻറ് ഫംഗ്ഷനിലൊക്കെ പൂജിക്കാൻ എന്താ അധികാരം ഗവർണർക്ക്? അവിടെ ഇപ്പോൾ ഒരു മഹാത്മാഗാന്ധിയുടെ പടം വെച്ചിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, കുട്ടികൾക്ക് പഠിക്കേണ്ടതാണ് മഹാത്മാഗാന്ധി. ഇതൊരു വനിതയുടെ ഒരു വനിതയുടെ പടം കൊടുത്തിട്ട് ഇത് RSSന്റെ കൊടിയും കൊടുത്ത് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് എങ്ങനെ നിങ്ങൾക്ക് അംഗീകരിക്കാൻ വേണ്ടി പറ്റും? ഇതുപോലുള്ള ഗവർണർമാരായിരിക്കും ഇനി വരാൻ വേണ്ടി പോകുന്നില്ല. അങ്ങനെ ഓരോരുത്തർക്കും ഇഷ്ടം പോലെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഗവർണർക്കെതിരെ വീണ്ടും SFI ബാനർ. കാലടി സംസ്കൃത സർവകലാശാല കവാടത്തിന് മുന്നിലാണ് SFI ബാനർ ഉയർത്തിയത്. ഭാരതാംബയല്ല ഭരണഘടനയാണ് നട്ടെല്ലെന്നും ബാനറിൽ. വിവരാവകാശ നിയമപ്രകാരമുള്ള ചോദ്യങ്ങൾക്ക് രാജ്ഭവൻ കൃത്യമായി മറുപടി നൽകുന്നില്ലെന്ന് പരാതി. സർക്കാരിനെതിരെ കേസുകൾ നടത്തിയ വകയിൽ എത്ര രൂപ ചിലവഴിച്ചു എന്ന ചോദ്യത്തിന് മറുപടിയില്ല. വിവരാവകാശ കമ്മീഷണറുടെ ഉത്തരവിനെ തുടർന്ന് മറുപടി നൽകിയെങ്കിലും വിവരങ്ങൾ ഭാഗികമായിരുന്നു. പെൻഷൻ വിതരണം പാളിയെന്ന മനോരമ ന്യൂസിന്റെ വാദം പൊളിഞ്ഞു. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം പുരോഗമിക്കുന്നു. ഇന്നലെ മുതലാണ് ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചത്. തുക അനുവദിച്ചുകൊണ്ട് ധനവകുപ്പ് ഉത്തരവ് പുറത്തിറക്കിയിരുന്നു. ഉത്തരവിന്റെ പകർപ്പ് കൈരളി ന്യൂസിന്. കണ്ണൂർ കായലോട് യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സദാചാര പോലീസിംഗിനിരയായ യുവാവ് പോലീസ് സ്റ്റേഷനിൽ ഹാജരായി.
മൊഴി നൽകുന്നതിനാണ് പോലീസ് സ്റ്റേഷനിൽ എത്തിയത്. സദാചാര ഗുണ്ട ആക്രമണം നടന്നതിന്റെ കൂടുതൽ തെളിവുകൾ ശേഖരിച്ച് പോലീസ്. നരേന്ദ്രമോദിയുടെ ദൗത്യവുമായി ശശി തരൂർ വിദേശത്തേക്ക്. UK, റഷ്യ, ഗ്രീസ് എന്നീ രാജ്യങ്ങളിലാണ് സന്ദർശനം. ഓപ്പറേഷൻ സിന്ദൂറിന്റെ തുടർച്ചയായാണ് യാത്ര. ശശി തരൂരിന് താക്കീതുമായി KC വേണുഗോപാൽ. തരൂർ ലക്ഷ്മണരേഖ ലംഘിച്ചാൽ നടപടിയെടുക്കുമെന്ന KC വേണുഗോപാൽ. ആശയങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട് പോകണമെന്നുള്ള നിർദ്ദേശം എല്ലാവർക്കും ഉണ്ട്. അതിലെവിടെയെങ്കിലും ആ ലക്ഷ്മൺ രേഖ ലംഘിക്കുന്നു, പാർട്ടിക്ക് തോന്നുമ്പോൾ പാർട്ടിയുടേതായ സമയങ്ങളിൽ നടപടിയെടുക്കാൻ അവകാശമുണ്ട്. അത് ആ രീതിയിൽ മുന്നോട്ട് പോകും. ഞാൻ നേരത്തെ പറഞ്ഞിടത്തുണ്ട്, കോൺഗ്രസ് കുറച്ച് സ്വാതന്ത്ര്യമുള്ള പാർട്ടിയാണ്. അതാണ് പാർട്ടിയുടെ സൗന്ദര്യവും. പക്ഷേ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കണക്കുകൾ കൂട്ടിയും കിഴിച്ചും മുന്നണികൾ. 90% മുകളിൽ പാർട്ടി വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടുവെന്നാണ് LDF കണക്കുകൂട്ടൽ. നിഷ്പക്ഷ വോട്ടുകളും M സ്വരാജിന് അനുകൂലമാകുമെന്ന് വിലയിരുത്തൽ. കടലിൽ മുങ്ങിയ MSC എൽസ കപ്പലിന്റെ ഇന്ധന ടാങ്കുകളിൽ നിന്നും എണ്ണ നീക്കം ചെയ്യുന്നതിനുള്ള പ്രവർത്തനങ്ങൾ അടുത്തയാഴ്ച ആരംഭിക്കും. കപ്പൽ ഉൾക്കടലിലേക്ക് വലിച്ചിടിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു. വാൽപ്പാറയിൽ പുലി പിടിച്ച 4 വയസ്സുകാരിയുടെ മൃതദേഹം കണ്ടെത്തി. വീടിനടുത്തുള്ള എസ്റ്റേറ്റിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇന്ന് അന്താരാഷ്ട്ര യോഗാ ദിനം. മനസ്സിനനുസരിച്ച് ശരീരത്തെ വഴങ്ങി വരുന്ന മരുന്നാണ് യോഗയെന്ന് മന്ത്രി GR അനിൽ. മരുന്നാണ്, മെഡിസിനാണ് യോഗ എന്ന് യോഗ അഭ്യസിച്ചിട്ടുള്ള അല്ലെങ്കിൽ നിരന്തരമായി അതിൽ പരിശീലനം നേടുന്ന എല്ലാവർക്കും അറിയുന്നതാണ്. അത് പല മേഖലകളിൽ പല വിധത്തിലാണ് അതിനെ ഉപയോഗിക്കുന്നത്. ചിലരത് കച്ചവട രൂപത്തിൽ ഉപയോഗിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. കോഴിക്കോട് വീണ്ടും കഞ്ചാവ് വേട്ട. അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന വാടക വീട്ടിൽ നിന്നും 22.2 കിലോഗ്രാം കഞ്ചാവ് പിടികൂടി. സംഭവത്തിൽ UP സ്വദേശികളായ 2 പേർ അറസ്റ്റിൽ. കോഴിക്കോട് നടക്കാവിൽ 2.5 കിലോ കഞ്ചാവുമായി യുവാക്കൾ പിടിയിൽ. വാഹന പെട്രോളിംഗിനിടെ നടക്കാവ് പോലീസാണ് പ്രതികളെ പിടികൂടിയത്. കോഴിക്കോട് പുതിയങ്ങാടി സ്വദേശി സൽമാനുൽ ഫാരിസ്, കൽക്കത്ത സ്വദേശി സൗരവ് സിത്താർ എന്നിവരാണ് പിടിയിലായത്. ആലപ്പുഴ ചമ്പംകുളത്ത് 45-കാരന് നേരെ തെരുവുനായ ആക്രമണം. ചമ്പംകുളം സ്വദേശി ടിറ്റോയ്ക്കാണ് തെരുവുനായയുടെ കടിയേറ്റത്. നായയ്ക്ക് പേ വിഷബാധ സ്ഥിരീകരിച്ചു. സംഭവത്തിൽ CCTV ദൃശ്യങ്ങൾ പുറത്ത്. SFI അഖിലേന്ത്യാ സമ്മേളനത്തിനൊരുങ്ങി കോഴിക്കോട്. പ്രചാരണ പ്രവർത്തനങ്ങൾ സജീവം. ജൂൺ 27 മുതൽ 30 വരെയാണ് സമ്മേളനത്തിന് കോഴിക്കോട് വേദിയാവുക. SFI അഖിലേന്ത്യാ സമ്മേളനത്തിന്റെ ഭാഗമായ സെമിനാറുകൾക്ക് കോഴിക്കോട് തുടക്കമായി. നവലിബറലിസം, ആഘാതങ്ങളും പ്രതിരോധവും എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാർ CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് മണ്ണെണ്ണ വിതരണം ഇന്ന് പുനരാരംഭിക്കും. 1 ലിറ്റർ മണ്ണെണ്ണയ്ക്ക് 61 രൂപയാണ്. വൈദ്യുതി ഇല്ലാത്ത കുടുംബങ്ങൾക്ക് 6 ലിറ്റർ മണ്ണെണ്ണയും AAY കാർഡുകൾക്ക് 1 ലിറ്ററും മറ്റ് കാർഡുകാർക്ക് 1/2 ലിറ്റർ വീതവുമാണ് മണ്ണെണ്ണ ലഭിക്കുക. കുറ്റ്യാടിയിൽ രാസലഹരി നൽകി പീഡിപ്പിച്ച കേസിൽ അന്വേഷണം ശരിയായ ദിശയിലെന്ന കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവി KE ബൈജു. നാദാപുരം DYSPയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. മാഹിയിൽ നിന്നും മലപ്പുറത്തേക്ക് കടത്തുകയായിരുന്ന 150 കുപ്പി വിദേശ മദ്യവുമായി ഒരാളെ വടകര എക്സൈസ് പിടികൂടി. നിലമ്പൂർ തിരുവാലി ഓലിക്കൽ സ്വദേശി കൊടിയൂൽ കുന്നേൽ ബിനോയാണ് എക്സൈസിന്റെ പിടിയിലായത്. രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് പ്രതി പിടിയിലായത്.
എറണാകുളം മലയാറ്റൂരിൽ കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണം. മലയാറ്റൂർ തേക്കുംതോട്ടം ഭാഗത്ത് ജനവാസ മേഖലയിൽ പുലർച്ചെ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം കൃഷി നശിപ്പിച്ചു. വീടിന്റെ ഗേറ്റും മതിലും കാട്ടാന തകർത്തു. തൃശൂർ മുളങ്കുന്നത്ത് കാവിൽ തടിലോറിയും കാറും കൂട്ടിയിടിച്ചു. രാവിലെയോടെയായിരുന്നു അപകടം. കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. ടോപ്പ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.